ഹലോ. ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും സലാം. ഉസ്താദ് തന്നെയാണോ? അതെ എലീസാണ്. ആ ഞാനിങ്ങനെ കീശ്ശേരി തങ്ങൾ ഉസ്താദിന്റെ നാടിന്റെ അടുത്തുനിന്ന് വിളിക്കുന്നത്. ആ ആ പിന്നെ വിളിക്കണം എന്താ അറിയോ, ഒരു ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച നടന്നപ്പോ അതിനാ വിളിക്കണം കേട്ടോ. അതായത് ആ ഉസ്താദിന്റെ എന്ത്? ഒരു ക്ലിപ്പ് ഇട്ടാണ്ട് പിന്നെ വാഫി വിഷയത്തിലേ ആ അക്കീം ഫൈസിന്റെ എതിരെ നമ്മള് പിന്നെ മതവിരുദ്ധത അങ്ങനത്തെ തീരുമാനമൊക്കെ പറഞ്ഞ ആ വിഷയം ഉണ്ടല്ലോ. ആ ഉസ്താദ് അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ആ പലവട്ടം ചർച്ച നടത്തി പറഞ്ഞാൽ അക്കീം ഫൈസിനോട് ചർച്ച നടത്തിയതാണോ നമ്മൾ തമ്മിൽ ചർച്ച നടത്തിയതാണോ എന്നുള്ളത്. ആ അതായത് നമ്മളെ സമിതി ഉണ്ടാക്കിയിട്ട് ആ ആ ഉസ്താദ് കൺവീനറായ സമിതി ആ ഹക്കീം ഫൈസിനോട് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. തന്നെ എവിടുന്ന ആ ഈ അത് പിന്നെ കോഴിക്കോട് നിന്ന് നമ്മള് സംസ്ഥന്റെ മൂപ്പരെ സംസ്ഥന്റെ മതവിരുദ്ധത അതൊക്കെ മൂപ്പരോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഓ മൂപ്പരെ മതവിരുദ്ധത, പുത്തൻവാദം, ഇതൊക്കെ ആ മൂപ്പരോട് നമ്മൾ ഈ വിജയ് പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ മൂപ്പര് അതെ അതെ അതുണ്ട്. അത് വേദി പങ്കിടുന്ന ഒരു വിഷയല്ലേ. ആ അതെ വേദി പങ്കിടുന്നത് അതാദ്യത്തില് പിന്നെ മൂപ്പര് ആശയപരമായി ഞങ്ങളോട് സംസാരിച്ചപ്പോ ആ ഈ ഈ മദ്ഹബുകള് അതെ ആ മദ്ഹബുകളിൽ ഇങ്ങനെ ഒരേ മദ്ഹബ് തന്നെ ആ തരത്തില് സമസ്തന്റെ ആ ഈ സമീപനം ആ അത്ര വേണ്ടതില്ല. അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ മുജാഹിദീങ്ങൾ പറയുന്നത് പോലെ വ്യാഖ്യാനിച്ചിട്ട് അതെ ആ ആ ഷാഫി മദ്ഹബ് തന്നെ എന്നുള്ളത് അത് വേണ്ടെന്നില്ല പറഞ്ഞ അങ്ങനെ നമ്മുടെ സമസ്തക്കെതിരായിട്ട് മുജാഹിദുകളായിട്ട് കോഴിക്കോട് നടന്ന സിറ്റിങ്ങിലോ? സിറ്റിങ്ങളാണ്. അതെ അതെ അല്ല ഞാൻ എന്നതല്ലേ ഇപ്പൊ നമ്മള് ഒരു പിന്നെ വീഡിയോ ക്ലിപ്പ് നമ്മള് സലാം ബാക്കൽ ഉസ്താദ് കിട്ടെ ആ പിന്നെ മൂപ്പര് മതവിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം, അതേപോലെ പുത്തൻവാദം, ആ പിന്നെ നബിനിന്ന് നടത്തി എന്ന് പറഞ്ഞ സംഭവം, ഇതിലൊക്കെ മൂപ്പരെ വിശദീകരണം കേട്ടിട്ടില്ല എന്നാണ് പോലെ വാദം. അതായത് ഇന്നാലിന്റെ പുത്തൻവാദം ഉണ്ട്, ഇന്നാലിന്റെ മതവിരുദ്ധത ഉണ്ട്, ആ ഇന്നാലിന്റെ നബിനിന്ന് നടത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഓലെ വാദം വെച്ചിട്ട് ഒരിക്കലെങ്കിലും മൂപ്പരോട് ഇതിന്നൊക്കെ പിന്മാറാൻ തയ്യാറുണ്ടോ, ഇതൊക്കെ ഉണ്ടെന്നോ, എന്നിട്ട് മൂപ്പര് എന്ത് പറഞ്ഞിന്നോ, ആ അങ്ങനത്തെ ഒരു അല്ല മൂപ്പർക്ക് അങ്ങനെയാണ് മൂപ്പര ശൈലിയും മൂപ്പര അന്നത്തെ ശരീരഭാഷയും മൂപ്പര ശൈലിയും ഒക്കെ യാതൊരു തരത്തിലുള്ള അതെ പിന്നെ ഒരു നമ്മളെ സമസ്തനോടുള്ള ഒരു വിജയത്വത്തോടു കൂടെയല്ല. ഉം അദ്ദേഹം പറഞ്ഞത് തീർത്തും ശരിയാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ അല്ല ഞാൻ എന്താ ഉസ്താദിനോട് ചോദിക്കാൻ കാരണം അറിയോ, ബുദ്ധിമുട്ടാക്കാൻ വിചാരിച്ചിട്ടല്ല. ഇത് തിരിച്ചും മറിച്ചൊക്കെ ചർച്ച വരികയാണ്. അതായത് പിന്നെ മൊയ്‌ൻകുട്ടി മാഷ് പറയുന്ന ക്ലിപ്പ് ഇട്ടു, ഒക്കെ ഇട്ടു. ഉം. അതായത് ഇവരായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതെ പക്ഷെ അത് ഈ CIC-ന്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച പാട് നടത്തിയിട്ടുണ്ട്, അതെ പലവട്ടം സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം അതായത് ഒരാൾക്ക് വിദഗ്ധ ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ മതവിരുദ്ധത ഉണ്ടെങ്കിലും അയാളോട് ഇന്നാലിന്റെ വിഷയം ഉണ്ടെന്ന് അയാളോട് പറഞ്ഞ അയാളെ അഭിപ്രായം കേട്ടോ എന്നുള്ള ചോദ്യമാണ്. അല്ല അത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം ആ അതിനെ എതിർക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കുകയും അതെ ചെയ്തതല്ലാതെ ആ ഒരു സത്യത്തിന്റെ മുമ്പിൽ അദ്ദേഹം തലകുനിക്കുന്നു എന്നുള്ള ഒരു സൂചന പോലും ഉണ്ടായിട്ടില്ല. അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ വിഷയങ്ങളിലാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഇത് നേരിട്ട് അയാളോടൊപ്പം ഇന്നാലിനെ ഇപ്പൊ എല്ലാ മതങ്ങളും പഠിക്കുക എന്നുള്ള ആ ഒരു വിഷയം വെച്ചിട്ട് പറയലുണ്ട്. ഉം. ഇതേപോലത്തെ വിഷയങ്ങൾ, മതവിരുദ്ധതയും പുത്തൻവാദം, ഇതേപോലെ നബിൻ എന്ന 600 പേജ് പറഞ്ഞ വിഷയം നബിൻ എന്നാണ്, ഇതൊക്കെ മൂപ്പരോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ എന്നുള്ള ഒറ്റ വിഷയം. അതായത് ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല, ഫോൺ വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ല ഈ ഫോൺ വിളിക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായും പരസ്യമായും ഇതൊക്കെ ആധികാരികമായ പണ്ഡിതന്മാര് പറഞ്ഞതല്ലേ. അല്ല അയാൾക്ക് അതല്ല, അത് നമ്മളെ ബോധ്യപ്പെട്ടില്ലല്ലേ? പ്രസംഗിച്ചു. അതിനെ അയാൾ ഏതെങ്കിലും ഒരു തവണ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതെ അതെ മൂപ്പര് ശരിയാണ്. ആ മൂപ്പര് ഒന്നിനും മൂപ്പര് പറഞ്ഞിട്ടില്ല, എതിര് പറഞ്ഞിട്ടില്ല. ആ നമ്മൾ പറഞ്ഞ വാദങ്ങൾക്കൊന്നും ആ ഇതിൽ മൂപ്പര് പറഞ്ഞിട്ടില്ല. എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ നമ്മൾ മൂപ്പരോട് പറഞ്ഞു എന്നുള്ളതിൽ അവ്യക്തത കെടുക്കുക അല്ല അവിടെ. ഞങ്ങൾ പറഞ്ഞതിൽ എന്ത് അവ്യക്തത? അല്ല നമ്മൾ അതല്ല ഞാൻ അദ്ദേഹം പറഞ്ഞ, പറഞ്ഞതിന് ഉസ്താദ് ആ പറയുന്നുണ്ട് പലവട്ടം ചർച്ച നടത്തുന്നത്. അപ്പൊ പറഞ്ഞ വാദം വെച്ചാല് നമ്മൾ തമ്മിൽ ചർച്ച നടത്തി, നമ്മൾ മുഷാവറയിൽ ഇരുന്നു, LCD പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഈ ക്ലിപ്പുകളൊക്കെ കാട്ടിക്കൊടുത്തു, ഇതൊക്കെ ശരിയാന്ന് സമ്മതിക്കുന്നുണ്ട്. ആ പക്ഷെ അയാളോട് ഇന്നാലിന്ന പുത്തൻവാദം എനിക്ക്, അതായത് ഇപ്പം വാദിക്കുമ്പോൾ പറയണേ എന്താ ഹക്കീമെ അനക്ക് ഇന്ന പുത്തൻവാദം ഉണ്ട്, ഇത് ഇന്ന പിന്നെ മതവിരുദ്ധത ഉണ്ട്, ഇത് ഒന്നുകിലും എന്ത് ചെയ്യാ തിരുത്താൻ തയ്യാറാവുക, അല്ലെങ്കിൽ പോയി പണി വെക്കുന്നുള്ളവർക്ക് പറയാന്നുള്ളേ അതുപോലും ആരും പറഞ്ഞിട്ടില്ല. അല്ല അത് അതിനുള്ള ഒരു വഴി നമ്മളെ പിന്നെ ഒരു വഴി കാണിക്കേണ്ട അദ്ദേഹല്ലേ.
അദ്ദേഹം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒതുങ്ങുന്നോ അതെ അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയാ പറയുന്ന തരത്തിലുള്ളത് ഒരു പിന്നെ നിർബന്ധമായി ഇല്ലെന്നുള്ളതൊന്നും അദ്ദേഹം പറയേണ്ടതല്ല. അങ്ങനെയൊന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. അതെ അദ്ദേഹം ഈ കാലം തുടങ്ങിയതൊന്നുമല്ല. വളരെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികള് പുത്തനാശയക്കാരുടെ വലിയ പുസ്തകങ്ങളായിരുന്നു. അല്ല അതെ അങ്ങനെ അതാണ് അങ്ങനെയുള്ള അല്ല ഞങ്ങളിപ്പോ ഞങ്ങളെ വിഷയം വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ വന്ന വിഷയമാണ്. അതിലെ മെയിൻ ബേസ് അതൊക്കെ നമ്മള് ചർച്ചയിൽ വന്നാ. അതായത് കുറെ പ്രശ്നങ്ങൾ, പിന്നെ ഇമാമിങ്ങളെ ഈ മറ്റുള്ള പ്രശ്നങ്ങൾ, അതേപോലെ മതവിരുദ്ധന്റെ ഈ ക്ലിപ്പ് ഇട്ടു. അപ്പൊ അതന്നെ ഒരു 30 സെക്കൻഡ് ക്ലിപ്പ് ഇടുന്നുണ്ട് ഇപ്പൊ സലാം ബാക്കി ഉസ്താദ്. അത് ഒരു ഡോക്ടർ NVP ഉണിത്തിരിയോ ഉണിത്തിരി എന്ന് പറഞ്ഞ ഒരാളോട് ഒരാള് സംസാരിക്കുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടാണ് ഈ ഒരു സിലബസിന്റെ മാറ്റങ്ങൾ, ആ സിലബസിനെ പറ്റിയിട്ട് ഉണിത്തിരിനെ ഉദ്ധരിച്ചുകൊണ്ട് മൂപ്പര് പറഞ്ഞൊരു ഭാഗമാണ്. പിന്നെ വരുന്ന ചോദ്യം എന്ന് വെച്ചാല് താരതമ്യ പഠനത്തിലേക്ക് ആരിറങ്ങിയാലും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിഷ്കളങ്കമായി തെരഞ്ഞെടുക്കും. പക്ഷെ നമ്മൾ ഉസ്താദ്മാര് ഇപ്പം സലാം ബാക്കി ഉസ്താദൊക്കെ പറഞ്ഞത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാന്ന് മൂപ്പര് പറഞ്ഞു എന്നാ. ഇഷ്ടമുള്ള മതം സംസാരത്തിന്റെ ഇടയിലുണ്ട്. അതല്ല അതല്ല മൂപ്പര് അല്ല നിർബന്ധമില്ല എന്തും തെരഞ്ഞെടുക്കുക, അങ്ങനല്ല. അല്ല മദ്ഹബല്ല, മതങ്ങളെ മതങ്ങള് ഇഷ്ടമുള്ള മതം അതിപ്പോ അയാള് വ്യക്തമായി പറഞ്ഞില്ലേ അദ്ദേഹം. അതെ, പക്ഷെ അതിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കേൾക്കുമ്പോ അങ്ങനെ തോന്നും. പക്ഷെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിദ്യാർത്ഥികൾക്ക് നിഷ്കളങ്കമായി തെരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നു. അത് പറയുന്നത് തെറ്റല്ലേ? അല്ല, അതിൽ രണ്ട് വിഷയമുണ്ട്. ഒന്ന് ഉണിത്തിരി. അപ്പൊ നമ്മളിടുന്ന ക്ലിപ്പിൽ തന്നെ സലാം ബാക്കി ഉസ്താദിന്റെ ക്ലിപ്പിലുണ്ട് ഉണിത്തിരി വീണ്ടും പറയുന്നു എന്ന് പറയുന്നുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളായി ഉണിത്തിരി, മറ്റേ അതിന്റെ ഹെഡായിന് ഒരു ഹിന്ദുവാണ്, ഒരു വലിയ സംസ്കൃത പണ്ഡിതനൊക്കെ. അപ്പൊ ഉണിത്തിരി വീണ്ടും പറയുന്നു എന്നുള്ള ഭാഗം നമ്മളെ ക്ലിപ്പിൽ തന്നെ ഉണ്ട് സലാം ബാക്കി ഉസ്താദ് ഇടുമ്പോ. അപ്പം ഉണിത്തിരി പറഞ്ഞതാണോ എന്നുള്ള ഒരു വശം. പിന്നെ രണ്ടാമത് മൂപ്പര് അയാളുടെ ആ വീഡിയോ നമ്മൾ കേട്ടപ്പോ തീർത്തും അദ്ദേഹം തന്നെ പറയുകയാണ്, എന്നിട്ട് ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് പിന്നെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതെ, നമ്മളെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞ എന്താ പറയുക, ഇഷ്ടമുള്ള മതം തെരഞ്ഞെടുക്കാന്ന് മൂപ്പര് പറഞ്ഞു. മൂപ്പര് പറഞ്ഞ വെച്ചാല് നിഷ്കളങ്കമായി ശരി തെരഞ്ഞെടുക്കുന്നു. അതിപ്പം ആര് താരതമ്യ പഠനം നടത്തിയാലും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറുചോദ്യം. അങ്ങനെ വിഷയമുണ്ട്. ആ സാഹചര്യം അത് വെറുതെ പിന്നീട് പറഞ്ഞിട്ട് അത് വക്രീകരിക്കണ്ട. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ സാഹചര്യവും ആ പശ്ചാത്തലവും ഈ സ്വാതന്ത്ര്യം നൽകിയും കൊണ്ടുള്ളതായ ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ. അയാള് കുട്ടികളിൽ വിശ്വാസം ഉണ്ടാവും, എന്തോ ആവട്ടെ, ആ പ്രയോഗം ശരിയല്ല. അതെ, മറുവാദം. അതെ, ഇപ്പം റഹ്മത്തുള്ളാഹി ഖാസിമി ആ വിഷയത്തിൽ പറഞ്ഞിനി, നല്ല ചൂടായി പറഞ്ഞിനി. ആയിക്കോട്ടെ ആൾക്കാർ വന്ന് ഓക്കെ സന്തോഷം. ഓക്കെ ദുആ ചെയ്യണോ?